ഇത്രയും സിനിമകളുള്ളൊരു മനുഷ്യൻ, മമ്മൂക്ക പടം, ലാലേട്ടൻ പടം, സൂര്യയുടെ 2 പടം, ആലപ്പുഴ ജിംഖാന, എന്താ പറയുക, ഒരു സിനിമയിൽ ഒരു എഡിറ്ററായിട്ട് അങ്ങ് പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്ന് ഉറക്കത്തിൽ നിന്ന് എന്തിനോ എണീക്കുമ്പോഴാണ് ഇങ്ങനൊരു ന്യൂസ് ഫോണിൽ വന്ന് ഒരു ഷോക്കായിപ്പോയി, മരവിപ്പായിപ്പോയി. അപ്പോൾ ഞാനൊരു ദിവസം ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ പുതിയ എഡിറ്റർ ആരെങ്കിലും തീരുമാനിച്ചു? ഇല്ലടാ, ഇങ്ങനെ ഡിസ്കഷനിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം, ഒരു ദീപാവലി ദിവസം ചേട്ടനെ വിളിച്ചു. നിഷാദൊക്കെ പോകാൻ നേരത്ത് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നി. എൻ്റെ സിനിമ നിന്നെ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിക്കുന്നു. ആ സിനിമയ്ക്ക് എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് തരുണേട്ടനോ രഞ്ജിത്ത് സാറിനോ എന്തിനാ ഇത്രയും വലിയൊരു സിനിമയൊക്കെ ഈ പുതിയൊരു പയ്യനെ ഏൽപ്പിച്ച് എന്ന് പറയിക്കരുതെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഈ പടം ഞാൻ കാണിച്ചില്ല, ഞാൻ ഫസ്റ്റ് ഷോ ഒരുമിച്ച് കാണാമെന്ന് പറ്റിയിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നടുവിലിരുന്ന പടം കണ്ടേ. അപ്പോൾ എന്തായി മോനെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സാറ് എനിക്ക് ടെൻഷൻ വരില്ല, എനിക്ക് എക്സൈറ്റ്മെൻറ്റാണ്. സാറ് അവിടെ നിന്ന് ഷോട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ എഡിറ്റ് തീർക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമാണ്. ഒരു ദിവസം സാറ് വന്നപ്പോൾ എൻ്റെ സിസ്റ്റം ഒന്ന് ഹാങ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ടെൻഷനായി. കഴിഞ്ഞല്ലേ മോനെ, എനിക്ക് പിന്നെ കാണാതെ പോയി. അപ്പോൾ എനിക്ക് വിഷമമായി, അയ്യോ ഇത്രയും ദിവസം അയ്യോ അതെന്താ എനിക്ക് എന്തോ പരാജയം പറ്റിയവരായിപ്പോയി. ലാലേട്ടന്റെ കവിള് വിറയ്ക്കുന്ന ഒരു സീനുണ്ട്. ഒരു ചിരിയല്ല അത്, പക്ഷെ ഒരു പ്രത്യേക ഒരു ഇമോഷൻ വരുന്ന ഒരു ചിരിയുണ്ട്. അതിന്റെ ഒരു ക്ലോസും ആണ് കാണിക്കുന്നത്. അയ്യോ അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും രോമാഞ്ചമാണ്. രാത്രി 7 മണിക്ക് മഴ നനയാൻ തുടങ്ങി. വെളുപ്പിന് 4 മണി വരെ മഴയത്ത് സാർ. ഫസ്റ്റ് മിനിറ്റ് ഇങ്ങനെ വെള്ളം വരുമ്പോൾ വിറയിലുണ്ട്. ഞാൻ വിഷമത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഞാൻ തന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 1-2 മണിക്കൊക്കെയാണ് ഈ സമയത്ത് മേത്ത് വെള്ളം വീഴുമ്പോൾ ആലോചിച്ച് വരണം. അപ്പോൾ ഷോട്ട് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയിട്ട് വീണ്ടും വരുമ്പോൾ വീണ്ടും മഴ നനയ്ക്കുക. സ്പോട്ട് കണ്ടിട്ട് എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോൾ എന്താ ഒരു മേജർ ഡിഫറൻസ്? ഒരു ഷോട്ടിൽ തുടങ്ങി ഒരുപാട് ഷോട്ടുകളുള്ള ഒരു സിനിമയുടെ ടൈം ലൈൻ ആവുന്നത് പലപ്പോഴും എനിക്ക് ഭയങ്കര കിക്ക് കിട്ടുന്ന ഒരു കാര്യം. എഡിറ്റിനെ ഞാൻ ഒരു ഫീലായിട്ടാണ് കാണുന്നത്. ആ സിനിമയുടെ ഫീലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുക, അത് പ്രേക്ഷകർക്കും അതുപോലെ എത്തിക്കുക. ഹായ്, തുടരും സിനിമയുടെ എഡിറ്റർ ഷഫീഖാണ് കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു. ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റ്സ്. കാരണം ഇത്രയും ഗംഭീരമായിട്ടാണ് വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കൊക്കെ അറിയാം, ഒരു പോയിന്റിൽ സ്പോട്ട് എഡിറ്റർ കസേരയിൽ നിന്ന് നേരെ എഡിറ്റർ കസേരയിലേക്ക് നിഷാദ് ഖാൻ്റെ ആ ഒരു വിയോഗത്തിൽ കയറേണ്ടി വരികയാണ്. അത് തന്നെ വലിയൊരു പ്രഷറാണ്. നോർമലി ഉണ്ടാവുന്നൊരു ചേഞ്ച് പോലെയല്ലല്ലോ. അപ്പം സെറ്റ് മുഴുവൻ ആ ഒരു ഇത് നിൽക്കാൻ നമുക്ക് വർക്കിലും അങ്ങനെ ഒരു സാധനം, ഇമോഷണലി ഇങ്ങനെ ഒരു കാര്യം നടക്കുക, ആ ഒരു ഫേസ് എങ്ങനെയായിരുന്നു ശരിക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കല്? ഇതിന്റെ സ്പോട്ട് എഡിറ്ററായിട്ടാണ് വന്നത്. അപ്പോൾ സീക്വൻസുകൾ ചെയ്യുക, ഡയറക്ടറെ കാണിക്കുക, പ്രൊഡ്യൂസർ കാണുക. അപ്പോൾ ഇവരെല്ലാം കാണുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിഷാദൊക്കെ ഒരു സീൻ അഭിനയിക്കാൻ വരുന്നുണ്ട് ഒരു ദിവസം. അന്നാണ് അദ്ദേഹത്തെ നേരി കാണുന്നത്. അതിനുമുമ്പ് ഫോണിലൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തല്ലുമാലയൊക്കെ ഞാൻ ഫസ്റ്റ് ഷോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര എനർജി കിട്ടിയ പടമാണ്. അപ്പോൾ വീണ്ടും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ള പടമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും എഡിറ്റിന് ഇത്രയും എന്താ പറയുക, എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമുള്ള ഒരു പടമാണ്. അപ്പോൾ അന്ന് ഞാൻ ഇക്കാനെ വിളിച്ചിട്ട് ഇക്കാടെ ഏതെങ്കിലും, ഇക്കാക്ക് പിന്നെ ഉള്ളതെല്ലാം വലിയ പടങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും അങ്ങനെ സിനിമകളിൽ സ്പോട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാടെ കൂടെ ഓൾറെഡി കുറച്ച് കുട്ടികളുണ്ട്, നമുക്ക് വേറെ പരിപാടി നോക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നീടും ഞാൻ സിനിമകൾ ഇറങ്ങുമ്പോൾ ഇക്കാനെ വിളിക്കും, ആ പടം ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ നേരിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ട് നേരിൽ കാണുന്നത് തുടരും സിനിമയുടെ ലൊക്കേഷനാണ്. അപ്പോൾ അന്ന് ഓൾറെഡി ഞാൻ ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ ഞാൻ എഡിറ്റ് ചെയ്തൊരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി റിലീസായി. അത്യാവശ്യം OTT ഓൺലൈനിലേക്ക് നല്ല റിവ്യൂസ് വരുന്ന സമയത്തായിരുന്നു ഇക്കാനെ കാണുന്നത്. അപ്പോൾ ഇക്കാനോട് ഇങ്ങനെ പരിചയപ്പെട്ടു, ഇന്ന പടം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇക്കാക്ക് ഒരു കൗതുകം. ഒരു പടം കഴിഞ്ഞ് ഉടനെ ഈ പടത്തിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഇക്ക ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. ഇക്കായും സ്പോട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള ഒരാളാണ് ഇക്ക. കാരണം ഇങ്ങനെ ഞാൻ ഭയങ്കര സീറോയിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വഴി വന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് പ്രതീക്ഷ, നമുക്ക് ഒരു നാൾ ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റും, ഒരു നല്ല സിനിമകളിൽ ഇതുപോലെ ഭാഗമാകാൻ പറ്റും എന്നൊരു വിശ്വാസം ഇവരെ പോലെയുള്ളവരെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ ഇക്കാനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇക്ക അങ്ങനെ ലൊക്കേഷനൊന്നും വന്ന് സീനൊന്നും കാണാറില്ല, അഭിനയിക്കാൻ വന്നുകൊണ്ടാണ് സീൻ കണ്ടത്. അങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചു കാണുന്നതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇല്ലടാ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞു. പക്ഷെ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടാണോന്ന് അറിയില്ല, തരുൺ ചേട്ടനും പറഞ്ഞു അത് കണ്ടു നോക്ക്, ഇതിന് മുമ്പത്തെ സീക്വൻസുകൾ അവൻ ചെയ്തൊന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. പുള്ളി കുറച്ച് സമയം എടുത്തില്ല, നൈറ്റ് ഷൂട്ടാണ്. അപ്പോൾ കുറച്ച് ലൈറ്റ് അപ്പിനൊക്കെ ടൈം എടുത്തപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിരുന്നു, കണ്ടു. പുള്ളി കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ കണ്ടു.
സീക്വൻസ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കൊള്ളാം നന്നായി എന്നുള്ള രീതിയിൽ ഞാൻ തോളിൽ തട്ടിയിട്ടേക്ക് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇത്രയും വലിയൊരു എഡിറ്റർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര ചിരിച്ചും. എന്നിട്ട് ഇക്കാടെ സീനാണ് അന്ന് ലാസ്റ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത്. ഒരു മിഡ് നൈറ്റ് ഒരു 2-2:30 ഒരു വെളുപ്പംകാലം ആയപ്പോഴാണ് സീൻ കഴിഞ്ഞത്. അപ്പോൾ ആ സീക്വൻസും കൂടി ഇക്കാക്ക് ഔട്ട് എടുത്ത് കൊടുത്തത്, ഇക്ക പോണ ഹാർഡ് ഡിസ്ക് തന്നെ കോപ്പി ചെയ്ത് കൊടുത്തിട്ടാണ് വിട്ടത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇക്ക നമ്മളെ എന്ന് പറഞ്ഞാൽ ഒരു നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്ന് ഉറക്കത്തിൽ നിന്ന് എന്തിനോ എണീക്കുമ്പോഴാണ് ഇങ്ങനൊരു ന്യൂസ് ഫോണിൽ വന്ന്. ഫസ്റ്റത്തെ എന്താ പറയാ, ഒരു ഷോക്കായിപ്പോയി, മരവിപ്പായിപ്പോയി. നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ലല്ലോ, കാരണം ഇത്രയും സിനിമകളുള്ള ഒരു മനുഷ്യൻ, മമ്മൂക്ക പടം, ലാലേട്ടൻ പടം, സൂര്യയുടെ 2 പടം, അത് കുറച്ച് ദിവസം മുമ്പ് ആ പോസ്റ്റുകൾ അത്ര ഹാപ്പിയായി ഷെയർ ചെയ്ത മനുഷ്യൻ, പിന്നെ ആലപ്പുഴ ജിംഖാന, ഇങ്ങനെ എല്ലാം ഒരു എന്താ പറയുക, ഒരു സിനിമയിൽ ഒരു എഡിറ്ററായിട്ട് അങ്ങ് പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു അവസ്ഥയിൽ വന്നപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓരോ മനുഷ്യരുടെ ചിലപ്പോൾ അവർ കടന്നു പോകുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും, നമുക്കത് അറിയില്ല. നമ്മൾ ഷോക്കായിപ്പോയി, സത്യം ഷോക്കായിരുന്നു. അത് ഭയങ്കര മരവിപ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഷൂട്ടുണ്ട്. തരുൺചേട്ടനും ഇക്കായുമായിട്ട് ഭയങ്കര ആത്മബന്ധം ഉണ്ടായിരുന്നു. എല്ലാ സിനിമയും അദ്ദേഹമാണ്. സിനിമയ്ക്ക് പുറത്തും അകത്തും അവർ തമ്മിൽ ഭയങ്കര ഒരു ഫാമിലി ആയിട്ടും എല്ലാം കൊണ്ടും വളരെ ഒരു സഹോദര തുല്യനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ പിന്നെ നമ്മുടെ സെറ്റിൽ എല്ലാവർക്കും ആണെങ്കിൽ ആ സിനിമയുടെ ഏറ്റവും വലിയൊരു ഭാഗമാണ് ഇപ്പോൾ നമുക്ക് മിസ്സായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം രഞ്ജിത്ത് സാറിനുണ്ട്, ഷായി സാറിനുണ്ട്, സെറ്റ് മൊത്തം ഉണ്ട്. സെറ്റ് മുഴുവൻ ഒരു ഡാർക്ക് മൂഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തരുൺചേട്ടനോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ എന്താ ചോദിക്കുക പറയാമെന്ന് പോലും നമുക്ക് അറിയില്ല. കാരണം അത്രയും വിഷമഘട്ടത്തിലേ പോകുന്നത്. അന്ന് വലിയൊരു മേജർ സീക്വൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലാൽ സാറിനുണ്ട് ആ ഒരു വിഷമവും കാര്യങ്ങളും. കാരണം പടത്തിന് എന്ത് കാരണം നെക്സ്റ്റ് സ്റ്റേജ് എഡിറ്റ് തുടങ്ങണം. അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. കാരണം ഇത്രയും വലിയൊരു സിനിമയാണ്, ആരെ ആയിരിക്കും ഇനി ഏൽപ്പിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഞാനും ഒരു ദിവസം ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നമ്മുടെ അങ്ങനെ പുതിയ എഡിറ്റർ ആരെങ്കിലും തീരുമാനിച്ചു? ഇല്ലടാ, ഇങ്ങനെ ഡിസ്കഷനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ വർക്ക് പോകുന്നു. അങ്ങനെ ഒരു ദിവസം, ഒരു ദീപാവലി ദിവസം വൈകിട്ടാണ് ഷൂട്ട്, നൈറ്റ് ഷൂട്ടുകളാണ്. അങ്ങനെ വൈകിട്ട് ചേട്ടനെ വിളിച്ചു, എന്താണ് അടുത്ത പരിപാടി എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് പടങ്ങളുടെയൊക്കെ ആയിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു ഹിന്ദി പടം ഒരു ഫൈറ്റ് ചെയ്തായിരുന്നു. ഫൈറ്റ് സീക്വൻസ് എഡിറ്റ് ചെയ്യാൻ പോകാറുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ഷെഡ്യൂളിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ എടാ ചേട്ടാ, അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നിന്നെ അങ്ങനെ പേഴ്സണലായിട്ട് വലിയ പരിചയമൊന്നുമില്ല. സെറ്റിൽ വന്ന് കണ്ട നിൻ്റെ വർക്ക് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. പിന്നെ നിൻ്റെ വർക്കൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ നിഷാദൊക്കെ പോകാൻ നേരത്ത് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തോ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നി. ഞാനത് രഞ്ജിത്ത് സാറിനോട് സംസാരിച്ചിരുന്നു. ഞാൻ നിന്നെ അങ്ങ് വിശ്വസിക്കുവാണ്, എൻ്റെ സിനിമ നിന്നെ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിക്കുവാണ്. ആ സമയത്ത് സന്തോഷവുമുണ്ട്, അന്ന് വലിയൊരു ഷോക്കുമാണ്. കാരണം ഒരിക്കലും നിഷാദ് പകരക്കാരനായിട്ടൊന്നും ഞാൻ ആളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസോ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകളൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും ലെവലിൽ നിൽക്കുന്നു. അപ്പോൾ എനിക്കത് എന്നാൽ എൻ്റെ ഒരു ജേണി ഉണ്ട്. ഞാനൊരു എന്താ പറയുക, ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങിയൊരു ആളാണ്. അതിനുശേഷം ഒരു 13 വർഷക്കാലത്തോളം ഒരു ജേണി ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ഇതുപോലത്തെ ഒരു അവസരത്തിനാണ്. ആ നിമിഷം ഇത് രണ്ടും നമ്മുടെ മൈൻഡിലേക്ക് നിൽക്കുമ്പോൾ ഞാൻ ചെയ്യാം ചേട്ടാ. കാരണം ഇതെല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം. എക്സൈറ്റ്മെന്റും ആണ്, എന്നാൽ വലിയൊരു വിഷമം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷത്തോടെ ഒരാളെ വിളിച്ച് പറയാൻ പറ്റുന്നില്ല. ഞാൻ ആ എഡിറ്റർ പറയാൻ അതെങ്ങനെ പറയും, അത് എനിക്കത് അതൊരു വിഷമമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ആരോടും അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട 2 കൂട്ടുകാരോട് പറയാൻ. അതല്ലെങ്കിൽ ഇത്രയും വലിയൊരു അവസരം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല. കാരണം അതൊരു വലിയൊരു വിഷമത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം എനിക്ക് ഫീലും ചെയ്തില്ല. ഞാൻ പിന്നെ ശ്രദ്ധിച്ചിരുന്നത് ഇത്രയും വലിയൊരു എഡിറ്റർ ചെയ്യുന്നൊരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ പേര് വരുമ്പോൾ അദ്ദേഹത്തിന് മോശമാവാത്ത രീതിയിലാവണം
എന്നാൽ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. കാരണം ആ സിനിമയ്ക്ക് എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് തരുണേട്ടനോ രഞ്ജിത്ത് സാറിനോ എന്തിനാ ഇത്രയും വലിയൊരു സിനിമയൊക്കെ ഈ പുതിയൊരു പയ്യനെ ഏൽപ്പിച്ച് എന്ന് പറയിക്കരുതെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് അന്ന് തൊട്ട് പിന്നെ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ അത് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. വേറെ ആ സമയത്ത് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു റിലീസ് കഴിയാതെ ഞാൻ ഉണ്ടാവില്ല. അപ്പം അവർക്കും സന്തോഷമാണ്, കാരണം ഇത്രയും വലിയൊരു ഉത്തരവാദിത്വമാണല്ലോ. അവള് പറഞ്ഞു ഒരു കാര്യവും ഓർക്കണ്ട, നമ്മൾ വർക്കിൽ മാത്രം ശ്രദ്ധിച്ചോ, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അതിന് സപ്പോർട്ടായിരുന്നു. അവരുടെ കാര്യം എല്ലാം നമ്മൾ നോക്കിക്കോളാം, നീ വർക്കിൽ മാത്രം നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു കുഞ്ഞുവാവയുണ്ട് എനിക്ക് ആ സമയത്ത്. അവനെ പോലും ഞാൻ കണ്ടാൽ ചിലപ്പം അവൻ്റെ അടുത്ത് പോവാണെങ്കിൽ ഞാൻ പോകത്തേ ഇല്ല. ഞാൻ അപ്പോൾ തന്നെ അവരെ വീട് മാറ്റി ഞാൻ പിന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. വേറെ ഒന്നും ചിന്തിച്ചില്ല, എത്രത്തോളം നമുക്കിതിൽ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഒരു നവംബർ 4-നാണ് എനിക്ക് ഹാർഡ് ഡിസ്ക് കിട്ടുന്നത്. അപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാധാരണ നമ്മളിങ്ങനെ ഓരോ എഡിറ്റ് കഴിയുമ്പോൾ ഫസ്റ്റ് കട്ട്, സെക്കൻഡ് കട്ട്, ഡബ് കട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ലെങ്ത്തിലേക്ക് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ടാണ് ഒരു പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അങ്ങനെയൊന്നും നിൽക്കണ്ട, നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്, റിലീസിംഗ് ഡേറ്റ് ഇത്തിരി നേരത്തെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കട്ട്, സെക്കൻഡ് കട്ട്, തേർഡ് കട്ട് അങ്ങനെയൊന്നും വേണ്ട, ഒറ്റ കട്ട്, ഫൈനൽ കട്ട് നീ തുടങ്ങിക്കോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ ദിവസം റിലീസായി. 25-ാം തീയതിയാണ് ഞാൻ ആ സിനിമയിൽ നിന്ന് കുറച്ചൊന്ന് മാറി സ്ക്രീനിൽ ഷൺമുഖനെ കാണാൻ വന്നത്. അന്നത്തെ ആ സന്തോഷം കുറെ ചാനലുകാർ പകർത്തിയിട്ടുണ്ടായിരുന്നു. അത് വളരെ എന്താ പറയാ, ഒരു സ്വപ്നതുല്യമായ അല്ലെങ്കിൽ നമ്മൾ കൊതിച്ച നിമിഷമായിരുന്നത്. നമ്മൾ ഇതുപോലെ ഒരു നിമിഷത്തിനാണല്ലോ ഇപ്പൊ എന്നെ പോലെയുള്ള ഒരു സിനിമയിൽ ആഗ്രഹിച്ചു വരുന്നവരെല്ലാം ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു നിമിഷമാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അന്ന്. സത്യം പറഞ്ഞ ഇപ്പോഴും ആ എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. കാരണം നമ്മൾ ഓരോ ദിവസവും ഫോൺ കോൾ വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മിഡ് നൈറ്റ് ഷോസ്, രാത്രി 2 മണിക്ക് 3 മണിക്ക് എല്ലാം ഷോസ് ആടായ. ചില തിയേറ്ററിലേക്ക് 24 hours ഷോസാണ്. നമ്മൾ ഓരോ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കാണുമ്പോൾ തരുൺ ചേട്ടനൊക്കെ ഇങ്ങനെ കടിച്ചു കീറുവാണ് ആൾക്കാർ. അത്രയും സന്തോഷമാണ് ആൾക്കാർ. തോമസിനെയും എല്ലാവരും അങ്ങ് എടുക്കുക. അപ്പൊ രഞ്ജിത്ത് സാർ ട്രിവാൻഡ്രത്ത് നമ്മുടെ കാറ് കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. രഞ്ജിത്ത് സാറിന് ഞാൻ ഫസ്റ്റ് ഡേ റിലീസിന്റെ വിളിച്ചപ്പോൾ ഉച്ച തൊട്ട് ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചപ്പോൾ തൊട്ട് കിട്ടിയിട്ടില്ല. എനിക്കൊരു 5 മണി ഫുൾ കോൾ ഇങ്ങനെ എൻഗേജ് ആയിട്ട് നിൽക്കുക. 5 മണിയായപ്പോൾ സാർ ഇങ്ങോട്ട് വിളിച്ചു, ഷഫീഖേ പടം തകർത്തു, എന്താ പറയാ, പ്രേക്ഷകരെ ഇരു കൈയും കിട്ടി സ്വീകരിച്ചു. പിന്നെ നമ്മള് രഞ്ജിത്ത് സാറിനും തരുൺ ചേട്ടനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താ പറയാ, പടത്തിനെ തിയേറ്ററിൽ വന്ന് പ്രേക്ഷകർ പടം അറിഞ്ഞാൽ മതി എന്താണെന്നുള്ളത്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം എനിക്ക് ഈ സിനിമയുടെ കണ്ടന്റുകൾ ഒരുപാട് ട്രെയിലറിലോ ഒന്ന് പോകുന്നതും അതിലും രസം തിയേറ്ററിലൊന്നും പ്രേക്ഷകർ, ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. അല്ല, ട്രെയിലർ മഹേഷ് എന്ന് പറഞ്ഞ ചേട്ടനൊക്കെ ചെയ്തത്. അങ്ങനെ ആണ് ഇതിലേക്കുള്ളൊരു എത്തപ്പെട്ടത്. സ്വതന്ത്ര എഡിറ്ററായിട്ട് 2ാമത്തെ സിനിമ ഇത്രയും വലിയത് ചെയ്യാതെ അത് നിങ്ങൾ അത്ര ഗംഭീരമായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കും അതെ ഒരു വലിയൊരു സന്തോഷമായിരുന്നു. കാരണം ഒരാള് പോയ ആ സ്പേസ് നിങ്ങൾ എത്ര ഭംഗിയായിട്ട് തന്നെ അത് എങ്കിലും യൂസ് ചെയ്തു എന്നുള്ളൊരു. എനിക്കിപ്പോഴും എന്താ പറയാ, ഒരു ടെൻഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ വരുമ്പോൾ എപ്പോഴും ഒരു കമ്പാരിസൺ പിന്നെ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഉത്തരവാദിത്വം മുഴുവൻ നമുക്ക് വരും. അപ്പോൾ ആ ഒരു, പക്ഷെ ഇവരെടുത്തൊരു തീരുമാനമുണ്ട്. കാരണം സുനിലേട്ടൻ, ഇതിന്റെ റൈറ്റർ KR സുനിൽ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു വിഷ്വലിൽ നിന്നാണ് ഇതിന്റെ ഒരു കഥ രൂപപ്പെടുന്നത്. അത് രഞ്ജിത്ത് സാറിലേക്ക് എത്തിയതിനു ശേഷം ഒരു വലിയ ജേർണി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, ഒരു ത്യാഗത്തിന്റെ ഒരു കഥയുണ്ട്. അദ്ദേഹം കാത്തിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഈ കഥ. ഇത് പലരിലും കൊണ്ട് അദ്ദേഹം ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ട്, പല ആവർത്തി പലരും ഇത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ഇന്ന് കാണുന്ന ഒരു തുടരുമിലേക്ക് അത് എത്തപ്പെട്ടില്ല. അത് തരുൺ ചേട്ടനിലേക്കാണ് ഭാഗ്യം വന്നത്. കുറെ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചൊരു സിനിമ കൂടി അത് പറയാൻ പറ്റും. ഇപ്പോ പടം കഴിഞ്ഞ ഉടനെ ചിപ്പി മാം എന്നെ വിളിച്ചിരുന്നു. ചിപ്പി മാമിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. മാമിന്റെ സന്തോഷം കാണണം. കാരണം രഞ്ജിത്ത് സാറ് ഇത്രയും കാലം കണ്ടൊരു സ്വപ്നം മാം പറയാണ്, സാർ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ മാമിന്റെ മകൾ, സാറിന്റെ മകളായിട്ട് അവന്തിക എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു. അവരെല്ലാം
എന്താ പറയാ, നമ്മൾ കണ്ട സിനിമ നമ്മൾ ആഗ്രഹിച്ചൊരു വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണെന്നുള്ളൊരു വാർത്തകളും നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫസ്റ്റ് ഡേ. പിന്നെ ഷാജി സാറിനെ ഞാൻ വിളിച്ചിരുന്നു. ഷാജി സാർ ഇപ്പോൾ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിലായിരുന്നു. ഷാജി സാറിന് പടം റിലീസ് ഡേ കാണാൻ പറ്റിയില്ല. പക്ഷെ സാറിന് ഓരോ റിവ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു സാർ അറിഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷകരമായിട്ടായിരുന്നു മൊത്തത്തിൽ. അപ്പൊ ഇതില് നമ്മളെയൊക്കെ ഒരു നൊസ്റ്റാൾജിയ എന്നുള്ള മോഹൻലാൽ ശോഭന കോംബോ നിങ്ങള് രണ്ട് രീതി കാണുന്നു. ഒന്ന് സ്പോർട്ട് എഡിറ്ററായിട്ട് നേരെ കാണുന്നു, പിന്നെ നിങ്ങൾ വീണ്ടും എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് കാണുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. ആക്ച്വലി ആ എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു ഒരു ഫസ്റ്റ് ഡേ ഇവരെ ഒന്നിച്ച് കാണുന്നതിന്റെ ഒരു നമ്മളുള്ള കുട്ടിയൊക്കെ അന്നേരം? അത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ചെറുപ്പം തൊട്ട് ഞാൻ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള പേരുകളാണ് ഇവരുടെ പാട്ടുകളാണ് ചിലപ്പോൾ താരാട്ട് പാട്ടായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ കാണുന്ന സിനിമയിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തേന്മാവിൻ കൊമ്പത്ത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് പടമാണ്. അതിലെ പാട്ടുകളൊക്കെ സ്ഥിരം നമ്മൾ ഈ അന്ന് FM-ലും TV-ലേക്ക് വരുമ്പോഴാണല്ലോ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ സ്ഥിരം കാണുകയും കൗതുകത്തോടെ നോക്കിയിരുന്ന ഒരു കോംബോയാണ്. ഇവരെ നമ്മുടെ കയ്യിലേക്ക് തരാന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് എന്നേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എൻ്റെ ബാവുച്ചിയാണ്. ബാവുച്ചി മീൻസ് എൻ്റെ ഫാദറാണ് ഏറ്റവും കൂടുതൽ. കാരണം അവരുടെയൊക്കെ ഡ്രീം കോംബോയാണ് ഇവര്. അപ്പോൾ അവരുടെയൊക്കെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വാവുച്ചിയുടെ സന്തോഷമാണ് കാണുന്നത്. കാരണം ഈ പടത്തിന്റെ ഓരോ ഘട്ടത്തിലും ഞാനിങ്ങനെ എന്തായി ഏതായി. പക്ഷെ ഞാൻ സീൻസ് ഒന്നും വാവുച്ചിനെ കാണിച്ചിരുന്നില്ല. തിയേറ്ററിൽ ഒന്ന് കണ്ടാൽ മതി. ചില സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വീട്ടിൽ ഒരു പ്രിവ്യൂ തരുന്നുണ്ട്, ഞാൻ വാവുച്ചിനെ കാണിക്കാറുണ്ട്. പക്ഷേ ഈ പടം ഞാൻ കാണിച്ചില്ല. ഞാൻ ഫസ്റ്റ് ഷോ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് കൊണ്ടുവരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നടുവിലിരുന്ന പടം കണ്ടേ. അപ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ വിചാരിക്കും എന്ന് പറയുന്ന സ്ഥലങ്ങൾ അവർ ചിരിക്കുക, പ്രേക്ഷകരും മൊത്തത്തിൽ നമ്മൾ കൈയടിക്കും. ഇപ്പോൾ ഈ സിനിമയിൽ നമ്മൾ കൈയടി പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പും നമ്മളും കൂടി ഇന്ന സ്ഥലത്ത് ആൾക്കാർ കൈയടിക്കും, ഇന്ന സ്ഥലത്ത് ആൾക്കാർക്ക് ഒരു ഇമോഷണൽ ആണ്, ഇന്ന സ്ഥലത്ത് ചിരിക്കണം എന്നൊരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ തെരഞ്ഞെടുപ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഈ പടത്തിലെ എഡിറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ പ്രേക്ഷകർ ചിലപ്പോൾ നമ്മുടെ കൂടെ സഞ്ചരിക്കും. ഒരു വിഭാഗം പ്രേക്ഷകർ ചിലപ്പോൾ 2-3 സീൻ മുമ്പേ സഞ്ചരിക്കും. വേറൊരു വിഭാഗം ഭയങ്കര ഐക്യു ലെവൽ കൂടിയ ആൾക്കാർ ഒരു 10 സീൻ മുമ്പേ സഞ്ചരിക്കും. അപ്പൊ ഇവരെ എല്ലാം സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലാവണം നമ്മുടെ ഒരു കഥയുടെ ഒരു ഫ്ലോ എന്ന് എന്നോട് പറഞ്ഞിരുന്നു. കാരണം പിന്നെ രഞ്ജിത് സാറും പറഞ്ഞിരുന്നു, നമുക്ക് ഫാമിലി ഓഡിയൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അവർക്ക് പടം കഴിയുമ്പോൾ ഒന്നും മനസ്സിലാവാതിരിക്കരുത്, പൂർണ്ണമായിട്ടും പടം കഴിഞ്ഞിട്ടുണ്ടാവണം. ഒരു കാര്യം അതെന്താണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. അതെനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നിയൊരു കാര്യം പടത്തിൽ. കാരണം ഒരു സാധാരണ പ്രേക്ഷകനും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങൾ അത് എടുത്തു വെച്ച്. പലപ്പോഴും ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും പിന്നെ സംസാരിക്കാൻ വേണ്ടിയുള്ള. ഇപ്പൊ നമ്മുടെ തുടക്കത്തിൽ തന്നെയുള്ള സോങ്, ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ലെങ്ത് ഉള്ള ഒരു സോങ്ങിൽ കൺമണിപ്പൂവേ എന്ന് പറയുന്ന സോങ് നമ്മള് 6 മിനിറ്റും സംതിങ് ഉണ്ട്. ഇപ്പൊ സാധാരണ സിനിമകളിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റാണ് സോങ് വെക്കുക. അപ്പോൾ നല്ല രസമുള്ള ഷോർട്സും നല്ല രസമുള്ള കണ്ടന്റുമാണ്. അപ്പോൾ ഇവരുടെ ഫാമിലിയെ നമുക്ക് ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇത്രയും ലെങ്ത് ഉണ്ട്, തെരഞ്ഞെടുപ്പിനും ഓക്കെ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് തന്നെ വരും. അപ്പോൾ ജയിച്ചേട്ടന് അടിപൊളി ഒരു പാട്ട് തന്നു. അപ്പോൾ അത് വളരെ ആ വിഷ്വലും ആ ഫാമിലിയിലേക്ക് പെട്ടെന്ന് ഇന്നാവാൻ പറ്റും. അതുപോലെ കഥ തുടരും. അതെ, അത് അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് നൊസ്റ്റാൾജിയയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന വീട്ടിലേക്ക് നമ്മൾ ഉമ്മറത്തൂടെ കയറി ചെല്ലുന്ന ഫീൽ ആണ് ആ പാട്ട്. അതിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ച് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്കൊരു അടുപ്പിച്ചാണ് ഓരോ 5 മിനിറ്റ്സിനുള്ളിലാണ് ഓരോ സോങ്ങും വന്നു പോകുന്നത്. പക്ഷെ ആർക്കും അതൊരു ബോറായിട്ടോ ആരും ഇതുവരെ പറഞ്ഞില്ല. പിന്നെ എനിക്കും ഭയങ്കര കൗതുകം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പടം ഒരു ബും എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ശ്രദ്ധിച്ചതൊന്നും അറിയില്ല. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷോട്ട് തന്നെ ലാലേട്ടൻ ഇറങ്ങുന്ന ഒരു, ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ പടം തുടങ്ങുന്ന ഷോട്ട് ഒരു കാടിന്റെ ഒരു ഗുന്ന് പറഞ്ഞ തുടങ്ങുന്നത്. നമ്മള് നോർമലി തുടങ്ങുന്നത് പതുക്കെയല്ല തുടങ്ങി, ഒരു പെട്ടെന്ന് തന്നെ ഒരു കെയോസിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്റർവ്യൂല് കഴിഞ്ഞ് തുടങ്ങുന്നതും ചിലപ്പോ ചില സിനിമകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആൾക്കാരൊന്ന് തിയേറ്ററിൽ കയറി സെറ്റ് ആവാൻ വേണ്ടിട്ട് ഒന്ന് പതുക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിയേറ്ററിൽ മിസ്സായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്
ചില സിനിമകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മള് ആ സീൻ മിസ്സായി തന്നെയാണ്. കാരണം സൗണ്ട് ഡിസൈനിൽ അത്രയും ഗംഭീര വർക്ക് ചെയ്തിട്ടുണ്ട്. വിഷ്വലിയും എല്ലാം കൊണ്ടും തുടങ്ങുന്നത് തന്നെ ഒരു സൗണ്ടിലാണ്. അതിന് ഗംഭീര ഒരു വിഷ്വലുമാണ്. അവിടെ സൈലൻസിന് ഭയങ്കര പ്രാധാന്യമുള്ള സീനാണ്. പക്ഷെ അപ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ തിയേറ്ററിൽ കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ കുറച്ച് ഞെട്ടിക്കുന്നതായിട്ടുള്ള കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും പ്രേക്ഷകനെ മനഃപൂർവ്വം ലാഗടിപ്പിക്കാതെ കൊണ്ടുപോവുക എന്ന് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കഥയുടെ ഇമോഷനെ കട്ടാവുന്ന രീതിയിൽ ഫാസ്റ്റ് ആവരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഒന്ന് ഇമോഷണലി സസ്റ്റെയിൻ ചെയ്തും പിന്നെ കഥാപാത്രങ്ങളെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ഒന്ന് സ്പേസ് കൊടുത്തതാണ്. അതുകൊണ്ട് 2 മണിക്കൂർ 46 മിനിറ്റ് 18 സെക്കൻഡാണ് നമ്മുടെ പടത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ചില ഇപ്പൊ സിനിമകൾക്കൊക്കെ അധികം ഡ്യൂറേഷൻ കുറവാണ്. അപ്പൊ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ കണ്ടന്റ് ഉണ്ട്. തരഞ്ചേട്ടൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, പേപ്പറിൽ കനമുണ്ട്, അത് സ്ക്രീനിലും ഉണ്ടാവും. കാരണം അവരത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ക്രീൻ പ്ലേയിൽ. ഇതിന്റെ സ്ക്രീൻ പ്ലേയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യം ചിരിച്ച് കാണുന്ന ഒരു സീൻ സെക്കൻഡ് ടൈം നമ്മളത് വേറൊരു പിന്നെ കാണുമ്പോൾ ഇമോഷണൽ ആവും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീനാണ്. ലാൽ സാറ് നെഞ്ചിലൊരു കനം എന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്നു. പാരലി അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമാവുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അങ്ങനെ ലാൽ സാറിന്റെ ഒരു പെർഫോമൻസിന്റെ വിളയാട്ടമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. കാരണം ഓരോ ഷോട്ട് കഴിയുന്നതോറും ഇങ്ങനെ കൊതിച്ച് കണ്ടുപോയതാണ്. അതുപോലെ തന്നെ ശോഭന മാമിന് എന്താ അത്യാവശ്യം ഡയലോഗ്സ് ആണുള്ളത്, പക്ഷെ കൂടുതലും ലുക്സ് ആണ്. അയ്യോ, രണ്ട് നോട്ടങ്ങൾ, അതും ക്ലോസിൽ കാണിക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത 2 നോട്ടങ്ങളാണ്. അവിടെ കയ്യടിയാണ്. ആ നോട്ടങ്ങള് നമുക്ക് പ്രേക്ഷകർക്ക് അങ്ങ് കൊടുക്കുവാണ്. പിന്നെ ഈ സിനിമയിൽ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ഇന്ന പോർഷനിൽ ഒരു സീക്വൻസ് ലുക്കുകൾ കൊണ്ട് മാത്രം കഥ പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്. ലാൽ സാറിന്റെയും ശോഭനയും എല്ലാവരുടെയും ഷാർപ്പ് ലുക്കുകൾ, വിനീത് ചേട്ടൻ, പ്രകാശ് വർമ്മ, എല്ലാവരുടെയും ഷാർപ്പ് ലുക്കുകൾ കൊണ്ട് മാത്രം കഥ പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടൊരു സീക്വൻസ് ആയിരുന്നു. കാരണം ഡയലോഗ്സ് ഇല്ല, ചില ഓവർലാപ്പ് ഡയലോഗും കാര്യങ്ങളും ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വിഷ്വലി തന്നെ ആ ഫീൽ കൊടുക്കാൻ പറ്റുക, ആ ലുക്കുകൾ കൊണ്ട് കഥ പറയുക എന്നുള്ളൊരു ചലഞ്ചിങ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ തരഞ്ചേട്ടനും അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഒരു കഥ തരഞ്ചേട്ടന് ഭയങ്കര കഥയിൽ ഒരുപാട് ലേയേഴ്സ് പറഞ്ഞ് കഥ പറയുന്ന രീതി വളരെ ഇഷ്ടമാണ്. അപ്പൊ ഇതിലൊരു മെറ്റഫറായിട്ട് പല രീതിയിൽ കാട്, ഇതില് ലാൽ സാറിന്റെ ഇമോഷനും പ്രകൃതിയുടെ ഇമോഷനും ഭയങ്കര ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. മനുഷ്യനെ ഒളിപ്പിച്ചത് പ്രകൃതി കൊണ്ടുവരുന്ന കാണിക്കുന്ന രീതിയിൽ ഒരുപാട് ലേയേഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് തരഞ്ചേട്ടൻ്റെ ഒരു ക്വാളിറ്റിയാണ് എഴുത്തിലും മേക്കിങ്ങിലും. പിന്നെ നമ്മളെ എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ചേട്ടന് പറഞ്ഞ കാര്യങ്ങളിൽ മുകളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റും അതെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ നമുക്കതൊരു വല്ലാത്തൊരു എനർജിയും കിട്ടും. ഷാജി സാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം ഷാജി സാറാണ്. ഷാജി സാറിന് മുമ്പുള്ള വർക്കുകളിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ എല്ലാ സിനിമകൾക്കും വിളിക്കും. എന്നെ എല്ലാ ഡയറക്ടേഴ്സിനും വളരെ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളാണ്. കാരണം നിന്നെ ഞാൻ ഒരു എഡിറ്റർ ആക്കും എന്നൊരു ആഗ്രഹം പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ആവും. നമ്മൾ സ്പോട്ട് എഡിറ്റ് കഴിഞ്ഞിട്ട് സാറിനെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പൊ എന്നോട് പറയും, എഡിറ്റർ കണ്ടില്ലേ? അതൊന്നും ഞാൻ എഡിറ്റർ ഒന്നല്ല, നീ കണ്ടു, ഓക്കെ. ആദ്യമൊക്കെ സാറ് ഫസ്റ്റ് വേറെ സിനിമകളിലൊക്കെ ആദ്യം സാറ് കാണും, ഓക്കെ പറയും. പിന്നെ ഈ തുടരും വന്നപ്പോ എന്നോട് കാണില്ല, സാറ് സീൻ കാണില്ല, എനിക്ക് ഓക്കെ ആണോ? അന്ന് ഓക്കെ എന്ന് പറയും. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മളൊരു ഇത്രയും വലിയ സീനിയർ, കാരണം എത്ര സിനിമ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ലാൽ സാറിനെ കൊണ്ട് നരൻ, മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമകളെല്ലാം വരുമ്പോ ആ ഡയറക്ടേഴ്സിന്റെ ഫസ്റ്റ് DOP ഷാജി സാറായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ നമ്മളെ ഉണ്ടാവുന്നൊരു വിശ്വാസം, അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന സ്നേഹം, അതൊക്കെ വല്ലാത്ത. ഈ സിനിമയുടെ എല്ലാ ഘട്ടത്തിലും ഏത് സമയത്തും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്താവശ്യത്തിന് എന്നെ വിളിച്ചോ, ഞാൻ വരും. ഞാൻ വിളിച്ചിട്ടുണ്ട്, സാറ് വന്നിട്ടുണ്ട്. ഭയങ്കര ഹെൽപ്പായിരുന്നു സാറിനെയും കൊണ്ട് നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ജയ്ക്ക് ചേട്ടൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ ഇന്ന സീനിൽ ഇങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ഉള്ള മ്യൂസിക്. തരഞ്ചേട്ടൻ ജയ്ക്ക് ചേട്ടന് ഓരോ കീ കൊടുക്കും കറക്റ്റായിട്ട്. എന്താണോ നമ്മൾ സീനിൽ കിട്ടേണ്ട എനർജി അത് തന്നു. പിന്നെ വിഷ്ണു ഗോവിന്ദ് ചേട്ടൻ, അദ്ദേഹം
ഈ പടത്തിന് കൊടുത്തൊരു ലൈഫ് ഉണ്ട്. തീർച്ചയായിട്ടും വിഷ്വലി കഥ പറയുന്ന പോലെ തന്നെ സൗണ്ടിലും അദ്ദേഹം ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വല്ലാത്തൊരു എനർജി കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കിക്കൊള്ളുന്ന പോലത്തെ കുറേ സാധനങ്ങളുണ്ട് പടത്തിൽ. അതെല്ലാം എന്താ പറയാ, അങ്ങനെ ഒരു പിന്നെ ആർട്ട് വർക്ക് ഗോകുൽദാസ് ചേട്ടൻ അദ്ദേഹത്തിന്റെ ടീമും എന്താ പറയാ, നമ്മുടെ സിനിമയിൽ ചില പോർഷനിൽ തന്നെ മഴ കൊണ്ട് മാത്രം കഥ പറയുന്ന ഒരു സീക്വൻസുകളുണ്ട്. മഴ ഇതിലൊരു ക്യാരക്ടറാണ്. പ്രകൃതിയും ലാൽ സാറും ഭയങ്കര കണക്ഷൻ ഉണ്ട് ഈ പടത്തിൽ. ലാൽ സാറിന്റെ ഇമോഷനാണ് പ്രകൃതിയിലൂടെ നമ്മൾ പറയാൻ. അതെ, അപ്പോ ലാൽ സാറിന്റെ ഇമോഷൻ അനുസരിച്ചിട്ട് വിഷ്വലി ഉണ്ടാവുന്ന ചേഞ്ച് അത് സൗണ്ടിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തൊരു പടം തന്നെയാണ്. അതെ, ഇതിപ്പം ലാലേട്ടനും ശോഭന മാമും സ്പോട്ടില് എഡിറ്റ് കാണാനൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. ശോഭന മാമിന്റെ ഷെഡ്യൂളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ലാൽ സാറിന്റെ ഷെഡ്യൂളിൽ കാണാം. ലാൽ സാറ് ഓരോ സീൻ കഴിയുമ്പോഴും ഷോർട്ട് ആണെങ്കിലും മോണിറ്ററിൽ വന്ന് നോക്കും. സാറ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരാളാണ്. ഇപ്പോഴും ആ എക്സൈറ്റ്മെന്റ് കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യനാണ് സാർ. ഇങ്ങനെ വന്നിങ്ങനെ അപ്പോൾ സാറൊക്കെ വന്നിട്ട് നമ്മുടെ തോളത്തേക്ക് തൊട്ടിട്ടൊക്കെയായിരിക്കും ഇങ്ങനെ പിടിച്ചിട്ടൊക്കെയായിരിക്കും നോക്കി നിൽക്കുക. അപ്പോൾ എന്തായി മോനെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ സാറ് എനിക്ക് ടെൻഷൻ വരില്ല, എനിക്ക് എക്സൈറ്റ്മെന്റാ. സാറ് അവിടെ നിന്ന് ഷോട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ എഡിറ്റ് തീർക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒരു ദിവസം സാറ് വന്നപ്പോൾ എൻ്റെ സിസ്റ്റം ഒന്ന് ഹാങ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ടെൻഷനായി, കഴിഞ്ഞല്ലേ മോനെ എനിക്ക് പിന്നെ കാണാതെ പോയി. അപ്പൊ എനിക്ക് വിഷമമായി, അയ്യോ ഇത്രയും ദിവസം അയ്യോ അതെന്താ എനിക്ക് എന്തോ പരാജയം പറ്റിയവരായി പോയി. അത് ഞാൻ എന്നിട്ട് സാറ് പോണതിന് മുമ്പ് തന്നെ ഓടിച്ചെന്ന് ഞാൻ ലാപ്പ് കൊണ്ട് കാണിച്ചു. സാറ് കണ്ടു. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയാ, ഒരു ഭയങ്കര രസമുള്ള കുറെ ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളായിരുന്നു. ഇപ്പൊ ഷെഫീഖിന് അയ്യോ ഇത് കളയണ്ടായിരുന്നു പക്ഷെ എനിക്ക് നിവൃത്തിയില്ല അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പടത്തില്? അങ്ങനത്തെയും ഒരു സീക്വൻസുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അത് ഒരു രസമാവും എന്ന് വിചാരിച്ചൊരു സ്ഥലം, പക്ഷെ ഫ്ലോയിൽ വന്നപ്പോൾ ഒരു ഇമോഷണൽ ജേണിക്ക് അതാണ് നല്ലത് എന്ന് മനസ്സിലായപ്പോൾ നമുക്കത് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോ ശോഭന മാം ഈ ചില സീനിലൊക്കെ ചോക്ലേറ്റ് വാങ്ങി തരാളാ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു വിൻചേട്ടൻ എന്റെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇതില്. അപ്പൊ അവിടെ ഭയങ്കര സീരിയസ് സീനാണ്, പക്ഷെ ശോഭന മാം തമാശയാക്കുമ്പോൾ വിൻചേട്ടൻ ഇങ്ങനെ പറയരുത് ചിരി വരും എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ പൈലറ്റില് രസമുള്ള സാധനം കേൾക്കാൻ പറ്റും ഒരുപാടുണ്ട്. കാരണം ഈ ലാൽ സാറും ഇവരും കട്ട് പറയാതെ ഉള്ള സംസാരങ്ങളും, അതല്ലെങ്കിൽ ഏതെങ്കിലും ടേക്ക് റീടേക്ക് പോകുമ്പോഴൊക്കെ ചിലപ്പോൾ ക്യാമറ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ കുറെ രസമുള്ള കാര്യങ്ങൾ നമ്മള് കാണും. പാട്ടിലെ കൺമണിപ്പൂ പാട്ടിൽ ഇവരെന്ത് സംസാരിക്കുന്നുണ്ടാവും, നമ്മള് പാട്ടായിട്ടല്ലേ? അതെ അതെ അതെ, കൺമണിപ്പൂവില് കുറെ സീക്വൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 28ഓളം സീക്വൻസോളം കൺമണിപ്പൂവിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. നോർമൽ അത്രയും, അതുകൊണ്ട് ഇങ്ങനെ 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 നമ്മൾ കണ്ടിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു, ഞാൻ ആരെങ്കിലും ബോറടിക്കും ലാഗ് അടിക്കുമെന്ന് പറയുമോ എന്നൊരു പേടിയുണ്ട്. പക്ഷെ വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക് സെറ്റ് ആയിരിക്കും. ഇതിപ്പോ ഈ പാട്ടൊക്കെ പറയുമ്പോഴേ എന്തെങ്കിലും ഓർക്കുന്നതുണ്ടോ രസമുള്ള? കാരണം ഇവരുടെ ചൂലെടുത്തെറിയുന്ന സീനുണ്ട്, അങ്ങനത്തെ കുറെ. ആ സീനിനൊക്കെ നമ്മള് ഷാർപ്പ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ സീക്വൻസ് ആയിട്ട് തെരഞ്ഞെടുപ്പിന് എല്ലാം സീൻ പോലെ തന്നെയാണ് ആ പാട്ടുകളും സീക്വൻസുകളും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതില് ഡയലോഗ്സ് ഉണ്ട്, പൈലറ്റ് കേൾക്കുമ്പോൾ അതിൽ തമാശകളുണ്ട്. പിന്നെ ലാൽ സാർ ഭയങ്കര ലൈവായിട്ട് ആക്റ്റീവായിട്ടാണല്ലേ നിൽക്കുന്നത്, ഭയങ്കര ഇങ്ങനെ ചാടി. നമ്മൾ പണ്ട് കുറെ സിനിമകളിൽ കണ്ടിട്ടുള്ള. അപ്പൊ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ചൂലിക്ക് ഇറങ്ങിട്ട് ഇങ്ങനെ തോട് ചിരിച്ചിട്ട് ഒരു നടത്തമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫുള്ള് വെക്കുമ്പോഴും ഭയങ്കര രസമുള്ള സാധനങ്ങളാണ്. ലാലേട്ടന്റെ കവിള് വിറയ്ക്കുന്ന ഒരു സീനുണ്ട്, ഒരു ചിരിയല്ല അത്, പക്ഷെ ഒരു പ്രത്യേക ഒരു ഇമോഷൻ വരുന്ന ഒരു ചിരിയുണ്ട്. അതിന്റെ ഒരു ക്ലോസും ആണ് കാണിക്കുന്നത്. അത് ഷൂട്ട് ചെയ്യുമ്പോ തന്നെ നമുക്ക് ഇപ്പോഴും രോമാഞ്ചമാണ്. ലാൽ സാറിന്റെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ട് എവിടെയെങ്കിലും മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ നോക്കി ചില്ല് ചെയ്ത് ഇരുന്നിട്ട് ടേക്ക് എന്ന് പറയുമ്പോൾ വന്നിട്ട് ഒരു പരിപാടിയാണ്. നമ്മളിങ്ങനെ, എനിക്ക് ഏറ്റവും രസം ഞാൻ ആ സീക്വൻസ് എടുക്കുമ്പോൾ ഞാനുണ്ട്, സ്ക്രീനിലും കാണാം ലൈവിലും കാണാം. അതൊരു വല്ലാത്തൊരു ഭാഗ്യമാണ്. കാരണം അത് ആ ഷോട്ട് കഴിയുമ്പോൾ ലൊക്കേഷൻ തന്നെ ക്ലാപ്സാ. ഭയങ്കരമായിട്ട് നമുക്കങ്ങ് ലാൽ സാറ് ഇപ്പോൾ ഒന്ന് ചിരിച്ചാൽ നമ്മളും കൂടി ചിരിക്കും. നമ്മള് അപ്പോൾ ഇതിലുള്ള ഒരു ഫീലിന് നമ്മൾ എന്താ പറയാ, മഴയത്ത് ഇമോഷണൽ ആവുന്ന സീൻ. അപ്പോൾ ഞാൻ തെരഞ്ഞെടുത്തോട് ചോദിച്ചു എന്താണ് അദ്ദേഹത്തിന് കൊടുത്തൊരു ഇൻപുട്ട് എന്ന് വെച്ചാൽ, തെരഞ്ഞെടുക്കാൻ പറഞ്ഞു വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ കരയണം. ഞാൻ ലാൽ സാറിനെ അങ്ങനെ കണ്ടിട്ടില്ല. കഴുത്തിന് പിടിച്ചിട്ടൊരു ഇരുത്തമുണ്ട്,
അതൊരു ഭയങ്കരമായിരുന്നു. അത് ആ സീനൊക്കെയാണ് ഈ പടത്തിൽ അങ്ങനെ നമ്മളെ തകർന്നു പോയിന്റിലെത്തിക്കുന്നത്. ഭയങ്കര ഒരു തകർന്നു പോകുന്ന സീക്വൻസുകളാണ്. അന്ന് അതുപോലെ തന്നെ സാറിങ്ങനെ എണിച്ചെന്ന് വിരിച്ച് നിൽക്കുന്ന സീക്വൻസും ഉണ്ട്. ഒരു മഴയത്ത് ഇങ്ങനെ ഒരു ഇടിമിന്നലിൽ വന്ന് നിൽക്കുന്ന ഒരു സീൻ അത് ട്രെയിലറിലുണ്ടെന്ന് തോന്നുന്നു. ട്രെയിലറിലുണ്ട്. അതൊരു സീനായിരുന്നു. തിയേറ്ററിലെ കയ്യടി ഞാൻ ഇപ്പോഴും തിയേറ്ററും നമ്മളിപ്പോ എല്ലാ തിയേറ്ററിലും പോകുമ്പോ ഈ പോർഷനൊക്കെ ആകുമ്പോഴായിരിക്കും തിയേറ്ററിൽ എത്തുക. തിയേറ്ററിന്റെ ആൾക്കാരുടെ ആഘോഷം കാണണം. ഞാൻ ഈ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ തിയേറ്ററുകൾ എന്ന് പറഞ്ഞാൽ കവിത തിയേറ്റർ, മാതാ തിയേറ്റർ, രാഗം, അങ്ങനെയുള്ള കുറെ തിയേറ്ററുകൾ നമ്മൾ പോയി. അവിടെയൊക്കെ ഫാമിലി നിറഞ്ഞു നിന്നിട്ടേ അവര് ഭയങ്കര എനർജിയിൽ നിൽക്കുക. ലാൽ സാർ എന്താണോ ഫീൽ ചെയ്യുന്നത് അവർക്കും കിട്ടുവാണ്. അവര് ലാൽ സാറിന്റെ നിപ്പിലും കൈകെട്ടിയുടെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ കത്തിച്ചു. ലാലേട്ടന്റെ കുറെ രസമുള്ള എന്താ പറയാ എല്ലാം നമ്മൾ യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയാം. എല്ലാ സൈഡും ആകെ ഒരു നല്ലൊരു ഡാൻസ് പരിപാടി മാത്രം മിസ്സായി. പ്രൊമോയിൽ അത് ഫില്ലാവും. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 7 മണിക്ക് മഴ നനയാൻ തുടങ്ങിയ വെളുപ്പിന് 4 മണി വരെ മഴയത്ത സാർ. മഴയത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ മഴയല്ല, ഫുൾ ഏരിയ നനച്ചേക്ക. അതിനു മുമ്പ് സാറിനൊന്ന് നനയ്ക്കും. സാറ് ഷോട്ട് കഴിയുമ്പോൾ സാർ ഒരു കസേരയിൽ വന്ന് നനഞ്ഞ ഡ്രസ്സോട് കൂടി തന്നെ ഇരിക്കും. നെക്സ്റ്റ് ഷോട്ട് വരും. അപ്പോൾ വന്നിട്ട് സാറിങ്ങനെ ആക്ഷനാവും. ഫസ്റ്റ് മേത്ത് ഇങ്ങനെ വെള്ളം വരുമ്പോൾ ഒരു വിറയിലുണ്ട്. ഞാൻ വിഷമത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഞാൻ തന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 1-2 മണിക്കൊക്കെയാണ് ഈ സമയത്ത് മേത്ത് വെള്ളം വീഴുമ്പോൾ ആലോചിച്ച് വെക്കണം. അപ്പൊ ഷോട്ട് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയിട്ട് വീണ്ടും വരുമ്പോ വീണ്ടും മഴ നനയ്ക്കുക. സാറ് ഒരു മനുഷ്യനല്ലേ പറയും. പക്ഷെ അത് കഴിഞ്ഞ ആക്ഷൻ പറഞ്ഞാണ്ടല്ലോ, അത് ഒരു ദിവസമല്ല, ഇങ്ങനെ നമ്മുടെ പടത്തിൽ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞ മഴയാ. അതിൽ മേജർ സീക്വൻസിൽ സാറ് മഴയത്താ. സാറിന് അത് ആ മനുഷ്യൻ സിനിമയ്ക്ക് വേണ്ടി അതുപോലെ നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ എന്താ പറയാ, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, നമ്മുടെ ഏജിനേക്കാളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം. ഇപ്പോഴും കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ സിനിമയ്ക്ക് വേണ്ടി. എന്നിട്ട് മോനെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തരഞ്ചേട്ടൻ ഡണെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു, ഞാൻ തൊട്ടടുത്തിരുന്ന് കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ നമുക്കതൊരു വല്ലാത്തൊരു ഈ സംഭവം ഇത്രയും വലിയൊരു ആൾക്കാരുടെ കൂടെ, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ നിൽക്കണമെന്നുണ്ടാവുന്ന ഒരു പ്രൗഡ് ഉണ്ട്. അപ്പോൾ ലാൽ സാർ ആ മഴ കഴിഞ്ഞ് ചില ദിവസങ്ങൾ അദ്ദേഹത്തിന് പനി വരെ പനിയായിട്ടുണ്ട്. ഒരു ഡേ ഇത്രയും മഴ കഴിഞ്ഞാൽ പിറ്റേ ദിവസം പനിയാ. ഓക്കെ ചെയ്യാം. സാർ ഒരു തരത്തിലും മാറി നിൽക്കില്ല. അതും മേജർ സീക്വൻസാ, ഏറ്റവും രൗദ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന സീക്വൻസുകളാണ്. ആ വിറയില് കഴിഞ്ഞിട്ട് ഒരു ലുക്ക് വരും. ആ ലുക്കിൽ എന്താ പറയുക, CG മഴയൊന്നും ഇല്ല, പക്ക ഒറിജിനൽ മഴയാണ് ആ സീക്വൻസിലേക്ക്. അത് സാറങ്ങ് കൊണ്ടിട്ട എക്സ്പ്രഷൻ. ഒരു ഷോട്ടിലൊക്കെ നമ്മുടെ കണ്ണിൽ വെള്ളം വീണ നമ്മൾ കണ്ണടിക്കില്ലേ, അദ്ദേഹം കണ്ണ് തുറന്നു വെച്ചിട്ട് കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഷോട്ടുണ്ട്. അതൊക്കെ ഞാൻ മാക്സിമം പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ലാൽ സാറിന്റെ ഏറ്റവും മനോഹരമായതൊന്നും ഡിലീറ്റ് ആയി പോകരുത്. ഫൈറ്റ് ചെയ്യുമ്പോഴേ, ഫൈറ്റിന്റെ ഒരു ലാലേട്ടന്റെ ഫൈറ്റിന്റെ ഫാൻസ് അല്ലാത്ത ആരാളുള്ള അതൊരു ഗ്രേസും കൂടെ ഉണ്ട് എപ്പോഴും. പക്ഷെ ഇതിലിപ്പോ എല്ലാരും പറഞ്ഞ പോലെ മണ്ണിച്ചവിട്ടി നിൽക്കുന്ന ഒരു ഫൈറ്റ് എന്ന്. അതിലിപ്പം ഈ പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് തന്നെ പുള്ളി തറ തൊട്ട് തലയിൽ വെച്ചിട്ടാണ് ഒരു ഫൈറ്റ് തുടങ്ങുക. അതിന്റെ പിക്ക് ഇപ്പം നമ്മളിങ്ങനെ കാണാറുണ്ട്, ഒരു മുണ്ട് ഇങ്ങനെ കിടക്കുന്ന നിൽക്കുന്ന പൊസിഷനും. ഫൈറ്റ് എഡിറ്റ് ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? ഞാൻ മിന്നൽ മുരളി എന്ന് പറഞ്ഞ പടത്തിലാണ് ആദ്യമായിട്ട് ഫൈറ്റ് ആക്ഷൻ എഡിറ്റ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നുള്ള ഒരു ഫൈറ്റ് മാസ്റ്ററാണ് ബ്ലാഡർ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് ഫൈറ്റിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹമായിട്ട് ഞങ്ങൾ ഭയങ്കര, ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് സിനിമകളുടെ സ്റ്റാറ്റസ് ഇടുമ്പോഴെല്ലാം, അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷസോ, അങ്ങനെ ഇപ്പോഴും അദ്ദേഹമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. അതിനുശേഷം പക്ഷെ ആ മിന്നൽ മുരളി ഫൈറ്റിന്റെ പ്രത്യേകത ഉണ്ട്, ബോഡി ടച്ച് ഇല്ല. ഇപ്പൊ സൂപ്പർ പവേഴ്സ് ആണല്ലോ. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു നോർമൽ ഫൈറ്റ് പരിപാടി. അങ്ങനെ എനിക്ക് ആഗ്രഹിച്ചത് കിട്ടിയത് ലാൽ സാറിന്റെ ഫൈറ്റ്. അത് സ്റ്റൺ സിൽവ മാസ്റ്റർ തന്നെയായിരുന്നു, മോൺസ്റ്റർ എന്ന് പറഞ്ഞ പടം. സ്പോട്ട് കണ്ടിട്ട് എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോ എന്താ ഒരു മേജർ ഡിഫറൻസ് തോന്നാറ്? നമ്മൾ തന്നെ സ്പോട്ട് ചെയ്താണ്
ഇപ്പോൾ സ്പോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം സ്ക്രിപ്റ്റ് വായിക്കും. അപ്പോൾ ഡയറക്ടർ ചെയ്യുന്നത് അത് ആ ഓർഡറിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഡയറക്ടർ ഓർഡർ സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ചോദിക്കും, സാർ ഇത് ഷാർപ്പ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ അത് വേണ്ടെന്ന് പറയും, എഡിറ്റർ നോക്കിക്കോളൂ എന്ന് പറയും. ചിലർ നീ ചെയ്തോളാനും പറയും. അപ്പോൾ നമ്മളതൊന്ന് ഷാർപ്പ് ചെയ്ത സീൻ വെക്കും. എന്നിട്ട് അതിൽ ചിലപ്പോൾ ഞാൻ റെഫറൻസ് മ്യൂസിക് ഇടാറുണ്ട്, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനിങ് ഇട്ടിട്ട് ഡയറക്ടറെ കാണിക്കും. ചില ഡയറക്ടർക്ക് അത് വേണ്ടെന്ന് പറയും, ചിലവർ അത് വേണമെന്ന് പറയും. അപ്പോൾ അത് അവർ കാണും. അതിനുശേഷം ചിലപ്പോൾ അങ്ങനെ ഫുൾ പടം തന്നെ നമ്മൾ ഒരു സീൻ 1 അല്ലെങ്കിൽ ഒരു നോൺ ലീനിയറിലായിരിക്കുമല്ലോ ഷൂട്ട് നടക്കുക. അപ്പോൾ പല പല സീക്വൻസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഷോട്ടിൽ തുടങ്ങി ഒരുപാട് ഷോട്ടുകളുള്ള ഒരു സിനിമയുടെ ടൈം ലൈൻ ആവുന്നത് പലപ്പോഴും എനിക്ക് ഭയങ്കര കിക്ക് കിട്ടുന്ന ഒരു കാര്യം. കാരണം ഫസ്റ്റ് ക്യാപ്ചർ ചെയ്ത ഷോട്ട് ഇന്ന് ഇത്രയും ലെങ്ത് ഉള്ള, എന്താ പറയുക, ഞാനൊരു സ്പോട്ട് എഡിറ്റിംഗ് മൂഡിലല്ല വർക്ക് ചെയ്യാൻ. ഞാൻ ഭയങ്കര ഇത് എൻ്റെ എഡിറ്റാണ്, നമ്മുടെ മനസ്സിൽ ഞാൻ പറയും ഇത് നമ്മുടെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഞാൻ രാത്രി പോയാലും ഹോംവർക്ക് ചെയ്യും. ഇപ്പോൾ പണി തീർന്നാലും രാത്രി പോയിട്ട്. അപ്പോൾ ചില ഡയറക്ടേഴ്സ് എന്നോട് പറയും അത് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ സീക്വൻസിൻ്റെ കൂടെ ഒന്ന് കട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഫ്രഷ് ഫൂട്ടേജാണ് കിട്ടുന്നത്. നമുക്ക് ഇപ്പോഴല്ലേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. ഞാൻ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ടില്ല, ഇല്ല, ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അഭിനവ് സുന്ദർ ചേട്ടൻ്റെ കൂടെ ഒരു 2 മാസത്തോളം ഗോവയിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ലാസ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ടാണ്. അപ്പോൾ അപ്പോഴും എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫുട്ടേജ് അല്ല, ഒരാൾ വർക്ക് ചെയ്ത ഫുട്ടേജ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സും അഭിചേട്ടൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അഭിചേട്ടനോട് ഒരുപാട് സംസാരിക്കാൻ പറ്റുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് അഭിചേട്ടൻ. പിന്നെ നിതിൻ രാജാരോട്, ഷമീർക്ക, അപ്പു ഭട്ടതിരി, ഇവരുടെ കൂടെ എല്ലാം പോയതാണ് എഡിറ്റിലുള്ള എൻ്റെ ക്ലാസ്. പിന്നെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള ഡയറക്ടേഴ്സ്, ജയരാജ് സാർ, വൈശാഖ് സാർ, ഉണ്ണി സാർ, ബേസിലേട്ടൻ, പിന്നെ അമീർക്ക, അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും അവരുടെ രീതിയിൽ ഒരു പേഴ്സണൽ എഡിറ്ററാണ്. അവരുടെ മൈൻഡിലും ഒരു എഡിറ്റിംഗ് പാറ്റേണും ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ. ഇവരുടെ കൂടെയുള്ള വർക്കുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. പിന്നെ ഒരുപാട് നല്ല ടെക്നീഷ്യന്മാർ എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വന്ന പിള്ളേർ വരെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കും, എടാ ഇതിൻ്റെ കീ ഇങ്ങനെ എന്തൊക്കെയാണ്, നമുക്ക് ഷോർട്ട് കട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ കിട്ടുമോ എല്ലാം എടുത്ത് എഡിറ്റിനെ ഞാൻ ഒരു ഫീലായിട്ടാണ് കാണുന്നത്. ആ സിനിമയുടെ ഫീലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുക, അത് പ്രേക്ഷകർക്കും അതുപോലെ എത്തിക്കുക, അത് അവരെ മുഷിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഒരു ലേണിംഗ്. താങ്ക് യു സോ മച്ച്.